മൃതദേഹങ്ങൾ വിമാന കമ്പനികൾക്ക് കാർഗോ ചരക്ക് മാത്രമാണ്. 1 കിലോ പച്ചക്കറി എയർ ഇന്ത്യയിൽ നാട്ടിലയക്കാൻ കിലോയ്ക്ക് 3 ദിർഹം മതി. എന്നാൽ പ്രവാസിയുടെ മൃതദേഹത്തിന് കിലോയ്ക്ക് 18 ദിർഹം നൽകണം. പറയുന്നത് മറ്റാരുമല്ല, ഈ രംഗത്തെ സേവനത്തിന് പ്രവാസി ഭാരതീയ പുരസ്കാരം നേടിയ സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി. പല ഇന്ത്യൻ സ്വകാര്യ വിമാന കമ്പനികളും മൃതദേഹത്തിന് നിശ്ചിത നിരക്ക് മാത്രം ഈടാക്കുമ്പോഴാണ് ദേശീയ വിമാന കമ്പനിയുടെ തൂക്കം നോക്കിയുള്ള ചൂഷണം. ഒരു ആൾ മരണപ്പെട്ടാൽ ഈ ബോസ് എടുക്കോ 130, 120, 135, 100 അപ്പോൾ ആ വെയിറ്റിൽ ആ ആവറേജ് വരും. അതിനനുസരിച്ചുള്ള പൈസ വരും. അവർ പറയുന്നത് 100 കിലോനെ വാങ്ങുന്നു. പക്ഷെ 100 കിലോന് വാങ്ങാൻ പ്രവാസിക്ക് ഒരു പരാതിയില്ല. ഇവർ 1000, 1500 ദിർഹംസ് വാങ്ങിച്ചോട്ടെ. പ്രവാസിന് മരിച്ചാൽ ഈ വെയിറ്റ് നോക്കുന്ന സംവിധാനം ഒഴിവാക്കിയിട്ട് ഫിക്സഡ് റേറ്റ് വാങ്ങിച്ചോട്ടെ, അതിനാർക്കും പരാതിയില്ല. അഷ്റഫ് താമരശ്ശേരിയുടെ ആക്ഷേപം നേരത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ എയർ ഇന്ത്യയാണ് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഏറ്റവും കുറവ് തുക ഈടാക്കുന്നതെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്ന് അഷ്റഫ് പറയുന്നു. പത്രസമ്മേളനം നടത്തിയ എയർ ഇന്ത്യ കുറവ്, അതല്ല. എയർ ഇന്ത്യയാണ് ചാർജ് കൂടുതൽ. എയർ ഇന്ത്യ 2000-3000 ദിർഹംസിന് അടുത്ത് വരും ഒരു ബോഡിക്ക്. സ്പൈസ് ജെറ്റിന് 1700 കൊടുത്തായി കേരളത്തിലേക്ക്. അല്ലാത്ത സ്ഥലത്തേക്ക് ഇന്ത്യയിൽ 1800 അവർ വാങ്ങൽ. പിന്നെ ഏറ്റവും ചാർജ് കുറവ് എയർ അറേബ്യക്കാണ്. അയൽരാജ്യമായ പാകിസ്ഥാനടക്കം പ്രവാസിയുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുമ്പോൾ നമ്മുടെ ദേശീയ വിമാന കമ്പനി ശവപ്പെട്ടിയുടെ ഭാരത്തിൽ പോലും ഇളവ് നൽകാത്തത് പ്രവാസികളിൽ വൻ പ്രതിഷേധത്തിന് കാരണമാവുകയാണ്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.